നല്ല ലോങ് ഹെയർ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. നല്ല നീളമുള്ള നല്ല ഉള്ളുള്ള മുടി എല്ലാവരുടെയും സ്വപ്നമാണ്. അതിന് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് റൈസ് വാട്ടർ എന്ന് പറയുന്നത്. ഈ റൈസ് വാട്ടറിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ തലമുടി 2 ഇരട്ടി വേഗത്തിൽ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് റൈസ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വളരെ വേഗത്തിൽ നമ്മുടെ മുടി വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അതിനായിട്ടുള്ള ഒരു 5 ടിപ്സാണ് ഞാൻ പറയുന്നത്. റൈസ് വാട്ടർ ഏതൊക്കെ കാര്യങ്ങളിലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ച ഇരട്ടി വേഗത്തിലാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ തംബ്നെയിൽ കണ്ടത് എൻ്റെ ഹെയർ ആണ്. ലോങ് ഹെയർ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ലോങ് ഹെയർ. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വളരാൻ വേണ്ടി ഞാൻ ഒരുപാട് ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ എൻ്റെ ഹെയറിൽ ഞാൻ ആ കാലത്ത് അപ്ലൈ ചെയ്തിരുന്നുള്ളൂ. ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ഞാൻ എൻ്റെ ഹെയറിൽ അന്ന് ചെയ്തിരുന്നില്ല. പിന്നീട് ചെയ്തിട്ടുള്ളത് ഹെയർ കളറിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോങ് ഹെയർ ഉണ്ടായിരുന്ന സമയത്ത് ഹെയർ കളറിങ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. എൻ്റെ ഹെയറിന് എത്രയും ലെങ്ത് വരാമോ അത്രയും ലെങ്ത് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നാൽ പിന്നീട് എൻ്റെ ജോലിയും കാര്യങ്ങളുമായിട്ടൊക്കെ ബിസിയായിട്ട് മുൻപോട്ട് പോകേണ്ടി വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ളൊരു കെയർ കൊടുക്കാനായിട്ട് സാധിക്കാതെ വന്നു. നമ്മുടെ ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഒരു മീഡിയം ലെങ്ത് മതി എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേരുമായിരുന്നു. നല്ല രീതിയിലുള്ളൊരു കെയർ നമ്മൾ കൊടുക്കുവാണെങ്കിൽ എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും നമുക്ക് നല്ല ഉള്ളോടുകൂടി തന്നെ അത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ കാര്യത്തിൽ വളരെ നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു ഹെയർ ഫോളും അതേപോലെ തന്നെ ഡ്രൈ ആവാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും ഞാൻ പാർലറിൽ പോയി എന്തെങ്കിലും ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എൻ്റെ ഹെയറിൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് സ്പായാണെങ്കിലും ഓയിൽ മസാജിങ് ആണെങ്കിലും അതേപോലെ തന്നെ ഹെയർ പാക്കുകളാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ നേച്ചർ അതിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഹെയർ വളരാനാണെങ്കിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടിലും എല്ലാം ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ തലമുടിയെ സമൃദ്ധമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പൈസ ചിലവാക്കുകയോ പാർലറുകളിൽ പോവുകയോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് റൈസ് വാട്ടർ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ മുടി വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അത് വളരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റൈസ് വാട്ടർ എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റൈസ് വാട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ മുടിയുടെ വളർച്ചയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ റൈസ് വാട്ടറിന് സാധിക്കും. കാരണം റൈസ് വാട്ടറിൽ അമിനോ ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും അതേപോലെ തന്നെ മിനറൽസും മഗ്നീഷ്യവും സിങ്ക്, അയൺ, ഫെറൂലിക് ആസിഡ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മുടിയുടെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്യാനും ഫ്രിസ്നെസ്സും ഡ്രൈനെസ്സും ഒക്കെ മാറാനായിട്ടും ഈ നമ്മുടെ റൈസ് വാട്ടർ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുടി വളരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, നല്ല രീതിയിൽ ഒരു ലോങ് ഹെയർ വേണം അല്ലെങ്കിൽ നല്ല ഉള്ളുള്ള മുടി എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഹെയർ കെയറിൽ ഈ റൈസ് വാട്ടർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം നിങ്ങളുടെ മുടിയെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ലോകത്ത് ഏറ്റവും അധികം നീളമുള്ള മുടിയുള്ളത് ചൈനയിലെ യാവോ എന്ന ഗ്രാമത്തിലെ സ്ത്രീകൾക്കാണ്. അവർ അവരുടെ നീളൻ മുടി വളർത്തിയെടുക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ റൈസ് വാട്ടറാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് അവർ അതിന് ഉപയോഗിച്ചിരുന്നത്. ഏറ്റവും നീളമുള്ള മുടിക്ക് ഗിന്നസ് റെക്കോർഡ് വരെ നേടിയിട്ടുള്ള ആളുകളാണ് അവർ. അപ്പോൾ നിങ്ങൾ മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയറിന് വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല തഴച്ച് വളരുന്ന ഒരു മുടി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. നല്ല പനങ്കുല പോലുള്ള മുടിയെന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹെയറിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും മുടി വളർന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട.
അപ്പോൾ റൈസ് വാട്ടറിൻ്റെ കൂടെ ഏതൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്ത് നമ്മുടെ മുടി വളർച്ചയെ വളരെ വേഗത്തിലാക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒരു 5 ടിപ്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ വീട്ടിലുള്ള റൈസ് വാട്ടർ അഥവാ കഞ്ഞിവെള്ളം നമ്മൾ ഒരു ഓവർനൈറ്റ് വെക്കുക. പിറ്റേ ദിവസം വേണം നമ്മൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാനായിട്ട്. പിറ്റേന്നാകുമ്പോഴത്തേക്കും ഇത് പുളിച്ചിട്ടുണ്ടാകും. ആ കഞ്ഞിവെള്ളം വേണം നമ്മളുടെ ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തലേന്ന് പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കുക. ആ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ 1 കപ്പ് ഫ്ലാക്സീഡ് ജെല്ലും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റ് വെക്കുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഫ്ലാക്സീഡ് ജെൽ എന്ന് പറയുന്നത് അത് സ്കിന്നിനും അതേപോലെ തന്നെ ഹെയറിനും വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് വളരെ വേഗത്തിലാക്കാനായിട്ട് ഇത് നമ്മളെ വളരെയധികം സഹായിക്കും. ഫ്ലാക്സീഡിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ഉണ്ട്, പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഏത് ഹെയർ പാക്ക് ആണെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഹെയർ നല്ലതായിട്ട് ഓയിൽ മസാജിങ് ചെയ്തിരിക്കണം. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിലാണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കാച്ചിയ എണ്ണയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഏത് ഓയിലാണെങ്കിലും അത് നിങ്ങളുടെ മുടിയിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഏത് ഫേസ് പാക്കും നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. റൈസ് വാട്ടറും ഫ്ലാക്സീഡ് ജെല്ലിനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടുന്ന, മുടി വളരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് ഇത്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഒരു 3 ടീസ്പൂൺ ഉലുവ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഒരു ഓവർനൈറ്റ് അതങ്ങനെ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളുടെ ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളവും നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ചത് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ച ഈ ഉലുവയുടെ വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളുടെ ഹെയറിൽ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുക. ഇത് എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഹെയർ പാക്കാണ്, അത് ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂർ ആയിപ്പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഏത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ തലമുടി വാഷ് ചെയ്തിരിക്കണം എന്ന കാര്യം മറന്നു പോകരുത്. പലരും വിചാരിക്കുന്ന ഒരു കാര്യം, ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതിയെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഏത് ഹെയർ പാക്ക് ആണെങ്കിലും അത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷാമ്പൂ ഉപയോഗിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താളി ഉപയോഗിക്കാം. എന്താണെങ്കിലും നമ്മുടെ ഹെയറിലുള്ള ആ പാക്ക് നല്ല രീതിയിൽ കഴുകി നമ്മൾ തലമുടി വൃത്തിയാക്കണം. നമ്മുടെ സ്കാൽപ്പ് വൃത്തിയാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് ഒക്കെ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഉലുവ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ വെള്ളമാണ്. ആ വെള്ളവും കഞ്ഞിവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. ആ ഉലുവ ഉപയോഗിച്ച് തന്നെ മറ്റൊരു ഹെയർ പാക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഉലുവ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഈ റൈസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഉലുവയുടെ എല്ലാം നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ആ വെള്ളവും അതേപോലെ തന്നെ ഉലുവയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ഹെയർ പാക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൈസ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ടിപ്പെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൽ അലോവേറയും കൂടെ ആഡ് ചെയ്യുക. അലോവേറ ജെല്ലും കൂടെ ആഡ് ചെയ്യുക. അലോവേറ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ല് ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. മറിച്ച് നമുക്ക് വീട്ടിൽ തന്നെയുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ഉപയോഗിക്കാം. അതിൻ്റെ 1 ലീഫ് മതിയാവും. അതിൻ്റെ ജെല്ലെടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ട് അരച്ച് അത് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1/2 കപ്പ് തേയില വെള്ളം കൂടി ആഡ് ചെയ്യുക. നല്ലതായിട്ട് നല്ല കടുപ്പത്തിൽ തേയില വെള്ളം ഉണ്ടാക്കുക. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് നമ്മളുടെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെയും ഈ അലോവേറയുടെയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുക.
നല്ല രീതിയിൽ നമ്മുടെ മുടി നല്ല ഫ്രിസി ആണെങ്കിൽ, വളരെ ഡ്രൈ ഹെയർ ആണെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആവാനും സിൽക്കി ആകാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ പൊട്ടിപ്പോകുന്ന മുടിയാണെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മുടിയിൽ മാത്രമല്ല നിങ്ങളുടെ സ്കാൽപ്പിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം. മുടിയിലും സ്കാൽപ്പിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ ഇട്ട് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇനി 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഒരു സവോള എടുക്കുക, അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അരച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ആ ജ്യൂസ്, ഒരു സവോള മതിയാവും, ആ ജ്യൂസ് നമ്മുടെ ഈ റൈസ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നാരങ്ങാ നീരും കൂടെ, ഒരു നാരങ്ങയുടെ പകുതി മതിയാവും, നാരങ്ങാ നീരും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ സവോളയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല, നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. അപ്പോൾ ഈ നാരങ്ങ എന്ന് പറയുന്നത് ഡാൻഡ്രഫിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഡാൻഡ്രഫ് ഉള്ളവർക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇച്ചിങ് ഒക്കെ ഈ സ്കാൽപ്പിലൊക്കെ ഉള്ളവർക്കും ഇത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു ഹെയർ പാക്കാണ് ഇതിൻ്റെ 3ഉം. മാത്രമല്ല ഈ സവോള എന്ന് പറയുന്ന അതിൻ്റെ നീരെന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇനി 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന, സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന വെണ്ടയ്ക്ക ഒരു 5 എണ്ണം എടുക്കുക. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലോട്ട് വരും. അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ വെണ്ടയ്ക്ക മാറ്റിയതിന് ശേഷം ആ വെള്ളം മാത്രം മതിയാവും, ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ഒരുപാട് ഹെയർ ഗ്രോത്തിനും സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. വെണ്ടയ്ക്കയിൽ ധാരാളം അമിനോ ആസിഡുകളും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഫോളിക് ആസിഡുകളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്ക തിളപ്പിച്ച വെള്ളവും അതേപോലെ തന്നെ റൈസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവാനും സിൽക്കി ആകാനും അതേപോലെ ഡാൻഡ്രഫ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുവാനായിട്ടും ഒരുപാട് സഹായിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 5 ടിപ്സ്, ഈ റൈസ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഈ 5 ടിപ്സ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ റൈസ് വാട്ടർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതിൻ്റെ കൂടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ മുടി വളർച്ച ഒരു 2 ഇരട്ടി വേഗത്തിലാകാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ മറന്നു പോരുതാത്ത ഒരു കാര്യം, എപ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിലും അതിന് മുൻപായിട്ട് നല്ല രീതിയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിരിക്കണം. അതിനുശേഷമായിരിക്കണം ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ലോങ് ഹെയർ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്തൊക്കെ തന്നെ ഞാൻ ഒരുപാട് ഹെയർ പാക്കുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നല്ല റിസൾട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന അത്തരം ഹെയർ പാക്കുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ഇനി വരുന്ന വീഡിയോസിൽ അത്തരം ഹെയർ പാക്കുകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മുടി വളരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ മുടി തീരെയില്ല, ഉള്ളു പോയി, അതേപോലെ ഡാൻഡ്രഫാണ്, ഭയങ്കരമായിട്ട് ഫ്രിസി ആകുന്നു, ഡ്രൈ ആകുന്നു എന്നൊക്കെ തരത്തിൽ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഹെയർ പാക്കുകൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഹെയർ പാക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നുള്ളത് എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനലും ഈ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.